Hi everyone, welcome to Learn 24. അപ്പോൾ നമ്മളിപ്പോൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ കറന്റ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ആൻഡ് കറന്റ് ഇലക്ട്രിസിറ്റിയുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ലോ ആണ് ഓംസ് ലോ. ആൻഡ് ഓംസ് ലോ ഗേവ് യു ദ റിലേഷൻ V is equal to IR. ഇതിൽ R എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, വിച്ച് ഇസ് കോൾഡ് ദ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ കോൺസ്റ്റന്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ പോകുന്നത്. So what is resistance? Resistance is the measure of opposition of current flow. ഒരു കറന്റ് ഫ്ലോനെ എങ്ങനെ നമുക്ക് ഒപ്പോസ് ചെയ്യാം എന്നുള്ളതിന്റെ മെഷർമെന്റ് ആണ് റെസിസ്റ്റൻസ്. അപ്പോൾ V is equal to IR ആണെന്ന് നമുക്കറിയാം. From that we can write R is equal to V by I. So that is the mathematical representation of resistance. റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് ഓം ആണ്. ആൻഡ് അത് നമ്മൾ സർക്യൂട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ്. ഓൾസോ വേരിയബിൾ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഈ ഒരു സിമ്പിളിൽ തന്നെ നമ്മളൊരു ആരോ പ്ലേസ് ചെയ്യും. സോ ദാറ്റ് ഈസ് റെസിസ്റ്റൻസ്. ഇനി റെസിസ്റ്റൻസ് എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയമെൻഷൻസ് ഓഫ് ദ കണ്ടക്ടർ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയമെൻഷൻസ്. അപ്പോൾ ഡയമെൻഷൻസ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. We are just rewinding it. The first dimension it depends on is the length. എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസിന്റെ ലെങ്ത് കൂട്ടിയാൽ എന്ത് സംഭവിക്കും? നമുക്കൊന്ന് നോക്കിയാലോ. നമ്മൾ ഡബിൾ ദ ലെങ്ത് എടുക്കുമ്പോൾ what happens is the voltage across it will increase. അപ്പോൾ വോൾട്ടേജ് 2 ടൈംസ് ആകും. സോ നമുക്ക് 2 into voltage എന്ന് കിട്ടും. Okay, so voltage becomes doubled, 2V എന്ന് കിട്ടും. So our resistance in the equation V by I ആണ്. 2 into V by I എന്ന് പറഞ്ഞാൽ 2 times the resistance ആവും. What does that mean? The resistance is directly proportional to the length of the conductor. Length കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ കുറച്ചും കൂടെ ലെങ്ത് ഉള്ള ഏതെങ്കിലും വയറിനാണ് ലെങ്ത് കുറഞ്ഞ അതേ ഡയമീറ്റർ ഉള്ള വയറിനെ റെസ്പെക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കൂടുതൽ. So that is the first dependence on the dimension. In case of area കൺസിഡർ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു റെസിസ്റ്റർ എടുത്തു. ആൻഡ് ആ റെസിസ്റ്ററിനെ 2 ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. സോ ഇറ്റ്സ് ഏരിയ ബിക്കംസ് ഹാഫ്. അപ്പോൾ കറസ്പോണ്ടിംഗ്ലി അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നതും ഹാഫ് ആയിരിക്കും. സോ ഏരിയ നമ്മൾ കുറച്ചപ്പോൾ when we took the area to be half, the current also become half. അപ്പോൾ ഏരിയ കുറച്ചപ്പോഴാണ് നമുക്ക് V by I by 2 എന്ന് കിട്ടിയത്. ഈ 2 മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് 2 times R കിട്ടും. So when we decreased the area, we got increase in the resistance. What does that mean? The resistance is inversely proportional to the area. So resistance is directly proportional to length and inversely proportional to area. അപ്പോൾ R is proportional to L by A. ഈ പ്രൊപ്പോർഷണാലിറ്റി കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് ഇസ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി വിച്ച് ഇസ് റെപ്രസെന്റഡ് ആസ് റോ. അപ്പോൾ റോ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇക്വേഷനിലോട്ട് ആഡ് ചെയ്യാം. സോ റോ ഇസ് ദിസ്. റോ എന്ന് പറയുന്ന റെസിസ്റ്റിവിറ്റി ആണ്, അല്ലെങ്കിൽ എത്രത്തോളം റെസിസ്റ്റീവ് ആണ് ഒരു കണ്ടക്ടർ എന്നുള്ളതിന്റെ മെഷർമെന്റ് ആണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഓംസ് ലോ ഡിഡക്ട് ചെയ്തപ്പോൾ നമുക്ക് റോയുടെ വാല്യൂ കിട്ടിയതാണ്, വിച്ച് ഈസ് mne². അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് ഞാൻ വേണമെങ്കിൽ റോയുടെ ഇക്വേഷൻ എഴുതാം, വിച്ച് ഈസ് റോ ഇസ് ഈക്വൽ ടു RA/L. ഓക്കെ, റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടൻസ്. അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റി, ഒരു മെറ്റീരിയലിന് റെസിസ്റ്റീവ് പവർ ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ വരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ ആയിട്ട് വരുന്ന ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് സിഗ്മ. ആൻഡ് ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു കണ്ടക്ട് ഇലക്ട്രിക് കറന്റ് ത്രൂ ഇറ്റ്. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയത് റെസിസ്റ്റിവിറ്റി ആണ്. Electrical conductivity is the reciprocal of
ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിയുടെ ഫോമുല എന്തായിട്ട് കിട്ടിയിരുന്നു? RA/L എന്ന് കിട്ടിയിരുന്നു. സോ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് അതിൻ്റെ റെസിപ്രോക്കൽ വിച്ച് ഈസ് L/RA. ഇനി നമുക്ക് വേരിയസ് മെറ്റീരിയൽസിൻ്റെ റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റിയും ഒന്ന് അനലൈസ് ചെയ്യാം. കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നോക്കുമ്പോൾ ഇറ്റ് വിൽ ഹാവ് ഹൈ കണ്ടക്ടിവിറ്റി ആൻഡ് ലോ റെസിസ്റ്റിവിറ്റി ബിക്കോസ് ഇറ്റ് അലൗ ദ ഇലക്ട്രോൺസ് ടു ഫ്ലോ ത്രൂ ദം. ഇനി സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ രണ്ടും കണ്ടക്ടിവിറ്റിയും റെസിസ്റ്റിവിറ്റിയും മീഡിയം ആയിട്ടാണ് പോവുക. ആൻഡ് ഇൻ കേസ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ഇറ്റ് വിൽ എക്സിബിറ്റ് ഹൈ റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് റെസിസ്റ്റൻസിനെ കുറിച്ചിട്ടും റെസിസ്റ്റിവിറ്റിയെ കുറിച്ചിട്ടും നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ another ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ് വിച്ച് ഈസ് റെസിസ്റ്റേഴ്സ്. റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യുന്ന സർക്യൂട്ടിലെ ഒരു പെർട്ടിക്കുലർ ഡിവൈസ് ആണ്. ഓക്കെ, സോ ഇറ്റ്സ് യൂസ്ഡ് ടു അഡ്ജസ്റ്റ് ദ കറണ്ട് ഫ്ലോ. നമുക്ക് എത്രത്തോളം കറണ്ട് ഫ്ലോ വേണമെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കറണ്ട് പ്രിവെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ആൻഡ് സച്ച് ഡിവൈസസ് ആർ കോൾഡ് resistors. Resistors is subdivided into two. Number 1 carbon resistor and number 2 wire wound resistor. Carbon resistor ഒരു wide range of resistor ആണ്, but in case of wire wound it's low range resistors. കാർബൺ റെസിസ്റ്റർ വേഗം തന്നെ കേടാവാൻ ചാൻസ് ഉള്ളതാണ്. സോ ഇറ്റ് എക്സിബിറ്റ് ലോ സ്റ്റെബിലിറ്റി, ബട്ട് വയർ വൗണ്ട് റെസിസ്റ്റർ എക്സിബിറ്റ് ഹൈ സ്റ്റെബിലിറ്റി. ഇനി കാർബൺ റെസിസ്റ്റേഴ്സ് വളരെ സ്മോൾ ഇൻ സൈസ് ആണ്. നമ്മൾ കൂടുതലും നമുക്ക് ലാബ്സിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് കാർബൺ റെസിസ്റ്റേഴ്സ് വെച്ചിട്ടാണ്. അതുപോലെ ചെറിയ ചെറിയ ഇലക്ട്രോണിക് സർക്യൂട്ട്സിലൊക്കെ ഉള്ളത് കാർബൺ റെസിസ്റ്റർ ആണ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് സ്മോൾ സൈസ് ആൻഡ് ലൈറ്റ് വെയ്റ്റ്. But in case of wire wound resistor, it's bigger in size. അപ്പോൾ ഇതാണ് 2 types of resistor. ഇനി റെസിസ്റ്റർ wide range ആണെന്ന് ഞാൻ പറഞ്ഞു. And you can see here particular rings that are present in the resistor. ഈ റിങ്സ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? This ring represents the range or the value of this resistor. അപ്പോൾ ആ റിങ്സിനെയാണ് നമ്മൾ ആ റിങ്സിനെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു കളർ കോഡ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ ടേബിൾ നിങ്ങൾ പഠിക്കേണ്ടതാണ്. സോ ദ കളർ കോഡ് ഇസ് ആസ് ഫോളോ ആൻഡ് യു ഹാവ് ടു ലേൺ ഇറ്റ് ഇൻ ഓർഡർ. അപ്പോൾ ഓർഡറിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്മോൾ നിമോണിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വിച്ച് ഇസ് B.B. Roy of Great Britain has a very good wife. ഇതിൽ B represents black, B represents brown, red, orange, yellow, Great represents green, Britain represents blue, V represents violet and G represents grey. അപ്പോഴും അവസാനത്തെ മൂന്നെണ്ണം നമ്മൾ ഇതിൽ പെടുത്തുന്നില്ല, which is gold, silver and no color, and that 3 represents the tolerance only. അപ്പോൾ ഇതിന് ഓർഡറിൽ പഠിക്കുക ആൻഡ് ഈ നമ്പറും ഓർഡറിൽ പഠിക്കാം. ഇനി ഇതിൻ്റെ അനലൈസ് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ കളർ കോഡിൽ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കൺസിഡർ ദിസ് ഇസ് എ റെസിസ്റ്റർ. ആ ഒരു റെസിസ്റ്ററിന് 4 റിങ്സ് ഉണ്ടാവും. ഇതിലെ ആദ്യത്തെ 2 റിങ്സ് ഡിജിറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന റിങ്സ് ആണ്. Third ring represents the number of zeros that we have to put into it. And the last one represents tolerance. അപ്പോൾ ഈ ടോളറൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ അവസാനത്തെ 3 ഗോൾഡ്, സിൽവർ, നോ കളർ. ഗോൾഡ് എന്ന് പറയുന്നത് 5 ആണ്, സിൽവർ എന്ന് പറഞ്ഞാൽ 10 ആണ്, നോ കളർ എന്ന് പറഞ്ഞാൽ 20 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് ഇത് പഠിക്കാം. Here you can see 3 red rings and 1 silver ring. ഓക്കെ, ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ 2 റിങ്സ് ഡിജിറ്റ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യണത്. അപ്പോൾ റെഡിന് അസോസിയേറ്റ് ചെയ്യുന്ന നമ്പർ ഏതാ? 2. അപ്പോൾ ആദ്യത്തെ 2ഉം നമ്മൾ 2 എന്ന് എഴുതാം. ഇൻറ്റു 10 എത്ര നമ്പർ ഓഫ് സീറോസ് ഉണ്ടെന്ന് നോക്കാം. റെഡ് തന്നെയാണ്, സോ 2. 10⁻²² ആണ് അതിൻ്റെ നമ്പർ ഓഫ് സീറോസ്. ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ് റെപ്രസെൻറ്റ്സ് ടോളറൻസ്. ടോളറൻസ് എന്ന് പറയുന്നത് സിൽവർ ആണ്, സോ നമ്മളതിനെ പ്ലസ് ഓ മൈനസ് 10% എന്നാണ്. ക്ലിയർ അല്ലേ? സിമിലർലി നമുക്കിവിടെയും അങ്ങനെ തന്നെ ചെയ്യാം. യെല്ലോ, വയലറ്റ്, ബ്രൗൺ, ഗോൾഡ്. ആദ്യത്തെ 2ഉം ഡിജിറ്റ്സ് ആണ്. യെല്ലോ ആൻഡ് വയലറ്റ് 4 and 7. Brown represents 10⁻1 and gold represents 5%. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കളർ കോഡിൽ നിന്ന് എന്ത് മെഷർ ചെയ്യുക? റെസിസ്റ്ററിൻ്റെ വാല്യൂ മെഷർ ചെയ്യുക. ക്ലിയർ? മൂവിങ് ഓൺ.
ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓർ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ടെമ്പറേച്ചർ. ആൻഡ് അതുകൊണ്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, which is rho T is equal to rho 0 into 1 plus alpha delta T. Delta T is the temperature difference, alpha is the temperature coefficient, rho 0 is the resistivity at 0 temperature and rho T is the resistivity at T temperature. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആൽഫ എന്ന് പറഞ്ഞ ടേമാണ്. ആൻഡ് ദാറ്റ് ആൽഫ ഇസ് പോസിറ്റീവ് ഇൻ കേസ് ഓഫ് മെറ്റൽസ് ആൻഡ് നെഗറ്റീവ് ഇൻ കേസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്. ഇനി വേരിയസ് മെറ്റീരിയൽസ് വേരിയസ് ആയിട്ടുള്ള രീതിയിലാണ് ടെമ്പറേച്ചറിൽ ഡിപ്പെൻഡൻ്റ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് കണ്ടക്ടേഴ്സ് നമ്മൾ ടെമ്പറേച്ചർ എക്സ് ആക്സിസിലും റെസിസ്റ്റിവിറ്റി വൈ ആക്സിസിലും എടുക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ആൻ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. They are not linear, they are exponentially growing. In the case of alloys like nichrome, alloys എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ മെറ്റൽസ് വെച്ചിട്ടുണ്ടാക്കുന്ന മെറ്റീരിയൽസ് ആണ്. സോ നിക്രോം എടുക്കുകയാണെങ്കിൽ യു ക്യാൻ സീ എ കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു വേരിയേഷൻ ആണ് ബിറ്റ്വീൻ ദ ടെമ്പറേച്ചർ ആൻഡ് റെസിസ്റ്റിവിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. Now in case of semiconductors like silicon, you can see the declination. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സെമി കണ്ടക്ടേഴ്സിന് ആൽഫ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ യു ക്യാൻ സീ ആൻ എക്സ്പോണൻഷ്യൽ ഡിക്ലിനേഷൻ ഓവർ ദ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ റെസിസ്റ്റൻസ് നമ്മൾ എപ്പോഴും സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു വാല്യൂ കിട്ടണമെങ്കിൽ വി ഹാവ് to either connect it in series or in parallel. Okay, അപ്പോൾ കണക്ഷൻസ് സീരീസ് ആകുമ്പോഴും പാരലൽ ആകുമ്പോഴും അതിനെ അസോസിയേറ്റ് ചെയ്തത് വോൾട്ടേജിലും കറൻറ്റിലും ഉണ്ടാകുന്ന ഡിഫറൻസ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസിൻ്റെ മെഷർമെൻറ്റ് അപ്പോൾ വ്യത്യാസമാവുന്നത് നോക്കാം. ഓക്കെ, കൺസിഡർ നമ്മളിവിടെ 3 റെസിസ്റ്റേഴ്സ് R1, R2, R3 സീരീസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജസ് എപ്പോഴും സീരീസിലാണെങ്കിൽ വോൾട്ടേജസ് എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. കറണ്ട് എപ്പോഴും അതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എപ്പോഴും സെയിം ആയിരിക്കും അല്ലേ. സോ വോൾട്ടേജസ് കറസ്പോണ്ടിങ് ടു R1 is V1, കറസ്പോണ്ടിങ് ടു R2 is V2 ആൻഡ് കറസ്പോണ്ടിങ് ടു R3 is V3. നമുക്കറിയാം V is equal to IR. ഡിഫറെൻ്റ് ആയ സാധനമാണ് നമ്മൾ എടുത്ത് വെക്കേണ്ടത് ആദ്യം. സോ V is equal to IR എന്ന് എഴുതാം. ഇവിടെ V എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ദ വോൾട്ടേജസ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് V1 we can write IR1, V2 IR2, V3 IR3. ഇനി I ക്യാൻസൽ ചെയ്യാം, രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്ത് കളയാം. സോ വി ക്യാൻ റൈറ്റ് if resistors are connected in series, we just have to sum the number of resistors that are present here. Here for example, the total resistance will be R1 plus R2 plus R3. ഇനി parallel ആകുമ്പോൾ just the opposite, voltage will be same but current will be different. അപ്പോൾ ഞാനിതേ 3 റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് വെച്ചിരിക്കുകയാണ്. One is R1, another is R2 and another is R3. ഇതിനെ ക്രോസ് പോകുന്ന വോൾട്ടേജ് സെയിം ആണ് ബട്ട് കറസ്പോണ്ടിങ് കറണ്ട് ഡിഫറെൻ്റ് ആണ്, I1, I2, I3. സോ നമുക്കറിയാം ഇക്വേഷൻ ഡിഫറെൻ്റ് ആയത് ഞാൻ നേരത്തെ എടുക്കേണ്ടതെന്ന് പറഞ്ഞു. I is equal to V by R or V by R. Total current is equal to V by R1 plus V by R2 plus V by R3. V gets cancelled everywhere, so we get the total number of resistance that are connected in parallel is the sum of the resistance, reciprocal of the resistance. അതായത് 1 by R1 plus 1 by R2 plus 1 by R3 ആണ് നമുക്ക് പാരലൽ കണക്ഷന് കിട്ടുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സർക്യൂട്ട്സ് കൺസിഡർ ചെയ്യുമ്പോൾ സീരീസിലും പാരലലും കാൽക്കുലേഷൻ നടത്തേണ്ടത്. സോ ഇത്രയാണ് നിങ്ങൾക്ക് റെസിസ്റ്റേഴ്സിനെ കുറിച്ചിട്ടും റെസിസ്റ്റിവിറ്റിയെ കുറിച്ചും പഠിക്കാനുള്ളത്. സോ വി വിൽ ബി സീയിങ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.